ഏതൊരു സർക്കാരിനും വളരെ സെൻസിറ്റീവായ വകുപ്പാണ് പോലീസ് ഉൾപ്പെടുന്ന ആഭ്യന്തരം. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഓരോ ദിവസവും ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതാ അടുത്ത നുണ ക്യാപ്സൂൾ വരുന്നത്. പോലീസ് വകുപ്പിൽ കോൺസ്റ്റബിൾമാരുടെ 1401 ഒഴിവുകൾ സർക്കാർ പൂഴ്ത്തിവെച്ചു എന്നാണ് ഇപ്പോഴത്തെ നുണ. ഇങ്ങനെ മുളച്ചു വന്ന പത്രവാർത്ത വസ്തുതകൾ പരിശോധിക്കാതെ ഉള്ളതും തെറ്റിദ്ധാരണാജനകവും തന്നെയാണ്. ഇത് പോലീസ് വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം നടക്കുകയില്ലേ, പ്രതിപക്ഷത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കിട്ടുന്നില്ല, സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാനായിട്ട്. ഏതൊരു സർക്കാരിനും വളരെ സെൻസിറ്റീവായ വകുപ്പാണ് പോലീസ് ഉൾപ്പെടുന്ന ആഭ്യന്തരം. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഓരോ ദിവസവും ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതാ അടുത്ത നുണ ക്യാപ്സൂൾ വരികയായി. പോലീസ് വകുപ്പിൽ കോൺസ്റ്റബിൾമാരുടെ 1401 ഒഴിവുകൾ സർക്കാർ പൂഴ്ത്തി വച്ചിരിക്കുന്നത്. ഇങ്ങനെ മുളച്ചു വന്നൊരു പത്രവാർത്ത വസ്തുതകൾ പരിശോധിക്കാതെയുള്ളതും തെറ്റിദ്ധാരണജനകവുമാണെന്ന് പോലീസ് വകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പ്രതിപക്ഷത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കിട്ടുന്നില്ല, സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ പോലീസിലെ നിയമന നിരോധനം. അതുതന്നെയാണ് കാരണം. പണ്ട് മുതലൊക്കെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ശീലമാണ് ചില പത്രമാധ്യമങ്ങൾ സർക്കുലേഷൻ കൂട്ടാനും കൈയടി നേടാനുമായി സർക്കാരിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഒന്നാം പേജിൽ വീശിയടിക്കും. കാലത്ത് ഉറക്കമുണ്ടെന്ന് നോക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസും സഭയിലെ UDFിൻ്റെ ചീഫ് വിപ്പും കാണുന്നത് ഈ വാർത്ത. അതിനെ അതേപടി ഒന്നും അന്വേഷിക്കാതെ ചൂടോടെ സഭയിലെത്തി 9:30 അടിയന്തര പ്രമേയമായി വിളമ്പും. സർക്കാർ അതിന് മറുപടി വ്യക്തമായി തന്നെ അപ്പോൾ നൽകും. ഒരു പ്രതിപക്ഷ വാക്കൗട്ടോടെ അവരത് അവസാനിപ്പിക്കും. ഇതോടെ ആ വിഷയം പ്രതിപക്ഷത്തിന് അവിടെ തീരും. പിറ്റേന്ന് വായനക്കാരുടെ പ്രതിബദ്ധതയും ഒന്നും വേണ്ട തീരുമാനിച്ച മാധ്യമങ്ങൾ അടുത്ത വാർത്ത ഉണ്ടാക്കാനുള്ള കുത്തിത്തിരിപ്പുകളുടെ തത്രപ്പാടിലായിരിക്കും. അതാണിപ്പോൾ പോലീസ് വകുപ്പിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഒരു പത്രത്തിൽ വന്ന വാർത്ത വെള്ളം ചേർക്കാതെ വിഴുങ്ങിയതാണ് കോൺഗ്രസുകാർ. പോലീസിൽ തസ്തിക ഒഴിവുണ്ട്, എങ്കിൽ എന്തുകൊണ്ട് നിയമനം നടത്തുന്നില്ല എന്നാണ് ഈ കേന്ദ്രങ്ങളുടെ ചോദ്യം. പോലീസിലേക്ക് നേരിട്ട് ആളെ എടുക്കുകയില്ല, 1 വർഷം നീളുന്ന പരിശീലനം പൂർത്തിയാക്കിയാണ് അവർ ട്രെയിനി എന്ന പേര് മാറ്റി സർവീസിൽ കയറുന്നത് എന്ന അടിസ്ഥാന വിവരമെങ്കിലും ഈ വാർത്ത കൊടുക്കുന്നവർ ഒന്ന് അറിഞ്ഞിരിക്കണം. പ്രതിപക്ഷവും സംസ്ഥാന സർക്കാരൊന്നുമല്ല, PSC എന്ന ഭരണഘടനാ സ്ഥാപനമാണ് ഇവിടെ നിയമനങ്ങൾ നടത്തുന്നത്. 2024 മെയ് 31 വിരമിക്കൽ മൂലവും തുടർന്ന് ഉയർന്ന തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം നടന്നത് മൂലം ഉണ്ടായത് ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ ക്രമസമാധാന വിഭാഗത്തിൽ സിവിൽ പോലീസ് ഓഫീസർ തസ്തികകളിൽ ഒഴിവുണ്ട്. 1401 ഒഴിവുകൾ. ഈ ഒഴിവിനെയാണ് എടുത്തു വച്ചിട്ട് പോലീസിൽ ഇത്രയും തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അതിലേക്ക് നിയമന നിരോധനമുണ്ടെന്നൊക്കെ വലിയ വായിൽ പ്രതിപക്ഷം വിളിച്ചു പോകുന്നത്. എന്താണ് വസ്തുത? ഈ 1401 പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ബറ്റാലിയനുകളിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾമാരെ ബൈ ട്രാൻസ്ഫർ മുഖേന നിയമിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. അതുതന്നെയാണ് വർഷാവർഷങ്ങളിൽ നടന്നു വരുന്നത്. ഈ ഒഴിവുകൾ മുൻകൂട്ടി കണക്കാക്കി നിലവിലുണ്ടായിരുന്ന ഒഴിവുകൾക്കൊപ്പം 2023 ഏപ്രിൽ 13 നിലവിൽ വന്ന PSC റാങ്ക് പട്ടികയിൽ നിന്ന് നിയമിക്കുന്നതിനായി PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടത്തുകയും ചെയ്തു. ഇങ്ങനെ നിയമിച്ചവരിൽ 292 വനിതകൾ ഉൾപ്പെടെ 1765 പോലീസുകാർ പരിശീലനം പൂർത്തിയാക്കി സേനയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. 189 വനിതകൾ ഉൾപ്പെടെ 1476 പേർ ഇനിയുള്ളവർ ജൂലൈ അവസാനത്തോടെ പരിശീലനം പൂർത്തിയാക്കും. ഇതിനു പുറമെ നിലവിൽ പരിശീലനം ആരംഭിച്ച 390 പേരും ഉടനെ പരിശീലനം ആരംഭിക്കുന്ന 1118 പേരും ഇപ്പോഴുണ്ട്. അപ്പോൾ ഇതൊക്കെ നിയമനമല്ല, പിണറായി സർക്കാർ കൈപിടിച്ച് വിളിച്ച് പോലീസ് സേനയിലേക്ക് കയറ്റിയ ആൾക്കാരാണെന്നാണ് ഇനി പ്രതിപക്ഷവും മാധ്യമങ്ങളും പറയാൻ പോകുന്നത്. കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനുമില്ല. പോലീസ് സ്റ്റേഷനുകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് പരിശീലനം പൂർത്തിയാക്കി ജോലിക്ക് കയറിയ ബറ്റാലിയനിൽ നിന്നും ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമനം നടത്തും. പിന്നെ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് പരിശീലനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിമാരെ ബറ്റാലിയനുകളിൽ നിയമിക്കുകയും ചെയ്യും. പോലീസ് ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ ഒരു ഒഴിവ് നിലവില്ലെന്ന് മാത്രമല്ല, ജില്ലകളിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഒഴിവുകളിലേക്ക് നിയമിക്കുന്നതിന് ആവശ്യമായ എണ്ണം പോലീസ് കോൺസ്റ്റബിൾമാർ എല്ലാ ബറ്റാലിയനിലും ഇപ്പോൾ പരിശീലനം സിദ്ധിച്ച പ്രവൃത്തി പരിചയമുള്ള സീനിയറായിട്ടുള്ള കോൺസ്റ്റബിൾമാർ ഇപ്പോൾ ബറ്റാലിയൻ ഉണ്ട് എന്നതാണ് വാസ്തവം. ഇതാണ് വാസ്തവം എന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പ്രതിപക്ഷം ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്. പോലീസ് സേനയിൽ ഇതാ നിയമന നിരോധനം, PSC നിയമനം നടത്തുന്നില്ല, PSCക്ക് പോലീസ് സേന റിപ്പോർട്ട് ചെയ്യുന്നില്ല. 1 വർഷം മുമ്പേ റിപ്പോർട്ട് ചെയ്തതിൽ ഇനി അവർ പരിശീലനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി UDF കാലത്തേതുപോലെ പരിശീലനമില്ലാതെ എങ്ങാനും പോലീസുകാരെ നിയമിക്കാനാണോ UDF ആവശ്യപ്പെടുന്നത്? അതും സംശയമുണ്ട്. കാരണം
അവർക്കെല്ലാം വെപ്രാളമാണ്, തിടുക്കമാണ്. എന്ത് കാര്യവും എത്രയും പെട്ടെന്ന് എടുപിടി എന്ന് പറഞ്ഞ് നടക്കണം. അതിൻ്റെ പിന്നിലെ വസ്തുത എന്തെന്ന് അന്വേഷിക്കാതെയുള്ള UDF-കാരുടെ കോൺഗ്രസുകാരുടെ ഈ പരക്കമ്പാച്ചിൽ തന്നെയാണ് നിയമസഭയിലടക്കം അവർ ഭരണപക്ഷത്തിൻ്റെ തെരുവിളി കേൾക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.